അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 25, 2026 രാവിലെ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ബാംഗ്ലൂരിലുള്ള സീഗഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കടുകുടി ഏരിയയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്നുകൊണ്ട് ഒരു കാർ ഇങ്ങനെ വന്ന് എമർജൻസിയുടെ അവിടെ നിർത്തുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീ എമർജൻസി എന്ന് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ ഓടി വന്ന് ആ ഒരു കാറിൻ്റെ ഡോറ് തുറന്നപ്പോൾ ഒരു 6 വയസ്സുള്ള പെൺകുട്ടി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടി അവർ സ്ട്രക്ചറിലോട്ട് കയറ്റുകയായിരുന്നു. നേരെ തന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് എത്തിക്കുകയും ചെയ്തു. വെണ്ണില എന്നായിരുന്നു കേട്ടോ ആ 6 വയസ്സുള്ള പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത് പ്രിയങ്ക എന്ന് പറയുന്ന അവരുടെ അമ്മയായിരുന്നു. അപ്പോൾ അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ബിരിയാണിയും അതേപോലെ തന്നെ ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് മകൾ വാശി പിടിച്ചപ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന ടൈമിൽ ആകപ്പാടെ വൊമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ചെറുതായിട്ട് അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെയും കൊണ്ടിങ്ങേറ്റ് ഇവർ SUV വരുന്ന വഴിക്ക് പിന്നെയും സഫോക്കേഷനൊക്കെ എടുക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അങ്ങനെ എന്താ പറയുക, ആ ഒരു SUV ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ടിട്ടായിരുന്നു, AC ഒന്നും പറ്റാത്തത് കൊണ്ട് താഴ്ത്തിയിട്ടിട്ടായിരുന്നു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു കുട്ടി അൺകോൺഷ്യസ് ആയി. അപ്പോൾ എന്താണ് പറ്റിയതെന്ന് അറിയില്ല, എൻ്റെ മോൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു തരത്തിൽ കരഞ്ഞുകൊണ്ട് ആ ഒരു അമ്മ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വെണ്ണിലക്ക് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടിയുടെ ലൈഫിൽ നടന്നത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഡോക്ടേഴ്സ് വെണ്ണിലെ പരിശോധിക്കുകയാണ്. അപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, ആ പെൺകുട്ടി ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് അപ്പോഴായിരുന്നില്ല മരിച്ചിട്ടുണ്ടായിരുന്നത്, മരിച്ചിട്ട് കുറേ മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നു. കാരണം അവർ തൊട്ടപ്പോൾ തന്നെ ഫുൾ ചില്ലായിട്ടുണ്ടായിരുന്നു ബോഡി. അപ്പോൾ ഈ ഒരു സ്ത്രീ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഡോക്ടേഴ്സിന് തോന്നുകയാണ്. അതായത് അവരുടെ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴി വരെ ആ പെൺകുട്ടിക്ക് ബോധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ആയിട്ടുള്ളത്. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി നോക്കിയ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പെൺകുട്ടി മരിച്ചിട്ട് കുറേ മണിക്കൂറുകളായി, അതായത് തലേദിവസം രാത്രിയെങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു തരത്തിലായിരുന്നു. ഉടനെ തന്നെ അവർ അൺനാച്ചുറൽ ഡെത്തായിട്ട് ആ ഒരു കേസ് ഫയൽ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ നേരെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ്. ആദ്യം തന്നെ ഈ ഡോക്ടേഴ്സ് പോലീസിനെ വിവരമറിയിച്ചതിന് ശേഷമാണ് നേരെ തന്നെ പുറത്തു വന്നിങ്ങേറ്റ് വെണ്ണില ഓൾറെഡി മരിച്ചു എന്നുള്ളൊരു കാര്യം ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകൾ മരിച്ച ആ ഒരു ദുഃഖം താങ്ങാനാവാതെ ആ അമ്മ അല്ലമുറയിട്ട് കരയുകയായിരുന്നു. അവരുടെ ആ ഒരു കരച്ചിലും അവരുടെ ആ ഒരു ദുഃഖവും നേരിട്ട് കണ്ട ആർക്കും സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു. വിവരമറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരും കൂടെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിന് തോന്നിയ സംശയങ്ങളും അതേപോലെ തന്നെ അവരുടെ ഫൈൻഡിങ്സ് എല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് ഷെയർ ചെയ്യാണ്. പിന്നെ ഈ ഒരു അമ്മ പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടി ഒരുപാടധികം വൊമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം എന്തായാലും അൺനാച്ചുറൽ ഡെത്താണ്, 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്, എന്തായാലും ബോഡി ഓട്ടോപ്സി ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനും മറ്റുമൊക്കെ ആ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പ്രിയങ്ക ആകെപ്പാടെ തകർന്നിരിക്കുകയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എൻ്റെ മോൾ ഇത്രയും ചെറിയൊരു പ്രായമാണ്, ഈ ഒരു ചെറിയ കുട്ടീനെ നമ്മൾ ഇനിയും കീറി മുറിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻറ്റിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അൺനാച്ചുറൽ ഡെത്ത് ആണെന്നുള്ള രീതിയിൽ FIR കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓട്ടോപ്സിയും കാര്യങ്ങളും നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു നിവൃത്തിയുമില്ലാതെ ആ ഒരു ബോഡി ഓട്ടോപ്സി ചെയ്യായിരുന്നു. ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാണ് പോലീസുകാർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മാത്രമേ അവിടെ ഉള്ളൂ, അതായത് ഈ കുട്ടിയുടെ അച്ഛനില്ല. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് ഇവർ പ്രിയങ്കയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു തങ്ങളുടെ രണ്ടുപേരുടെയും ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പ്രവീണ വിവരം അറിയിച്ചിട്ടുണ്ട്, കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ആളെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേതിനും പ്രവീൺ അങ്ങോട്ട് ഓടിയെത്തുകയായിരുന്നു. പ്രവീൺ അവിടെയുള്ളൊരു പ്രൈവറ്റ് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ ഒരു പ്രിയങ്കയുടെ പ്രൊഫഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു അഡ്വക്കേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡ് പോയ്സൺ കാരണമായിരിക്കും ഈ ഒരു പെൺകുട്ടി മരിച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി ഇവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടീനെ ബാധിച്ചിട്ട് അങ്ങനെ പറ്റിയതാണോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതായിരുന്നു. ഈ ഒരു വെണ്ണിലെ കൂടാതെ വേറൊരു പെൺകുട്ടിയോട് ഇവർക്ക് ഉണ്ടായിരുന്നു. വെണ്ണിലെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു.
വെണ്ണിലക്ക് മൂത്തത് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടി പ്രവീണിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ സെപ്പറേഷന് ശേഷം വെണ്ണില എന്ന് പറയുന്ന രണ്ടാമത്തെ കുട്ടിയായിരുന്നു അമ്മയായിട്ടുള്ള പ്രിയങ്കയുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ഇവരുടേതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. രണ്ടുപേരുടെ ഫാമിലി തമ്മിൽ ഇത്തരത്തിലുള്ള കല്യാണവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു ഇവരുടെ കല്യാണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 7-8 വർഷവും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 കുട്ടികളുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ആയിരുന്നു ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2025 നവംബറിലാണ് ഇവർ തമ്മിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നതും അതിനുശേഷം 25 ഡിസംബറിൽ തന്നെ ഈ പ്രിയങ്ക ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോലീസിനൊരു സംശയം ഉണ്ടാക്കുകയാണ്. അതായത് ഇത്രയും കൊല്ലം ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓക്കെ, സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. എന്നിട്ടും ചെറിയൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ അത് പെട്ടെന്ന് തന്നെ ട്രിഗറായി. പെട്ടെന്നുകൊണ്ട് 1 മാസം കൊണ്ട് എന്തുകൊണ്ട് ഇവർ ഡൈവോഴ്സിലോട്ട് നീങ്ങി എന്നുള്ള ഒരു ചിന്ത കൂടെ പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം പോലീസുകാർ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാണ്. ഈ ഒരു പെൺകുട്ടിയുടെ മരണകാരണം ഫുഡ് പോയ്സണിങ് ആണെന്നുള്ളൊരു രീതിയിലായിരുന്നു പോലീസ് കേസ് ക്ലോസ് ചെയ്തത്. യെസ്, ബിരിയാണിയും ഐസ്ക്രീമും കഴിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് ആ ഒരു പെൺകുട്ടി മരിച്ചത്. ആ അമ്മ കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാലും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ഇതായിരുന്നു പോലീസിൻ്റെ ആ ഒരു റിപ്പോർട്ടിൻ്റെ ക്ലോഷർ. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആളെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ മകളുടെ മരണത്തിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഉറച്ചു വിശ്വസിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആൾ നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ്, എന്തായാലും അങ്ങനെ ആവാനുള്ള സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല, നിങ്ങൾ അവളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചോ. അതേപോലെ തന്നെ അവൾ വേറൊരാളായിട്ടായിരുന്നു ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്, അവളുടെ ഒരു കാമുകൻ്റെ കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മകളും അവളും എന്താ പറയുക എന്നായിട്ട് പിരിഞ്ഞിട്ട് വേറെ താമസിക്കുകയാണെന്നുള്ളതാണ്. പിന്നീട് ആളുകളും മറ്റൊക്കെ പറഞ്ഞിട്ടാണ് അവൾ വേറൊരു കാമുകൻ്റെ കൂടെയാണ് എൻ്റെ കുട്ടിയുടെ കൂടെ ജീവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടെയും എൻ്റെ മകൾ അപായപ്പെടുത്തിയതാണോ എന്നുള്ള രീതിയിൽ എനിക്ക് സംശയമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ പോലീസ് ഇയാളുടെ അടുത്ത് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്തായാലും ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പോലീസിൻ്റെ പണി പോലീസുകാർ ചെയ്തോളാം. പിന്നെ ഈ ഒരു കേസിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവളുടെ പേഴ്സണൽ ലൈഫ് നോക്കണോ, അവളുടെ കാമുകൻ്റെ കാര്യം നോക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കേസിനെ ബാധിക്കുന്നൊരു കാര്യമില്ല. അതിലിടപെടാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതൊക്കെ നിങ്ങളുടെ പാടായി, നിങ്ങളുടെ ഡിവോഴ്സ് കേസ് കോടതിയിലൊക്കെ പോകുന്നുണ്ട്, നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്, അതൊക്കെ നിങ്ങൾ നോക്കിക്കോ എന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർ പ്രതികരിച്ചത്. എന്നാൽ ഇതൊന്നും ഒരു അച്ഛൻ എന്നുള്ള നിലക്ക് പ്രവീണെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന ആ ഒരു സമയത്ത് പ്രിയങ്ക പ്രവീണിൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 മക്കളെ നീ എടുത്തോ എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു വെണ്ണില എന്ന് പറയുന്ന പെൺകുട്ടി 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അമ്മയുടെ അടുത്തായിരുന്നു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ കൂടെ പോവുമായിരുന്നു. അവസാനം മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടായിരുന്നു ആ ഒരു പ്രിയങ്ക ഈ 6 വയസ്സുള്ള വെണ്ണിലയും കൊണ്ട് പോയത്. മറ്റേ കൊച്ചിന് കുറച്ച് ബോധം ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ആ ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നത്. ഈ ഒരു പെൺകുട്ടിയെ എത്ര അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എത്ര ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരെ എപ്പോഴും അമ്മയുടെ പിന്നാലെ നടക്കുന്ന ആ ഒരു സ്വഭാവമായിരുന്നു വെണ്ണിലക്ക് ഉണ്ടായിരുന്നത്. സോ പ്രിയങ്കയ്ക്ക് വെണ്ണിലയെ വലിയ ഇഷ്ടമല്ല എന്നുള്ളത് ആൾക്കറിയായിരുന്നു. അത് തന്നെയായിരുന്നു ആളുടെ സംശയത്തിൻ്റെ മൂലകാരണവും. അങ്ങനെ ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം ആ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കാണിച്ചപ്പോൾ ആൾക്ക് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാൽ അതൊന്നും ആൾക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അതിനുശേഷം വിദേശത്തുള്ള ആളുടെ ഒരു സുഹൃത്തുണ്ട്, അതായത് യൂറോപ്പിലാണ് ആൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നത്. ആളൊരു പീഡിയാട്രിഷ്യൻ ആയിരുന്നു. അങ്ങനെ സുഹൃത്തിന് ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ കോപ്പിയും കാര്യങ്ങളും മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു പ്രവീണിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഒരു സ്വാഭാവിക മരണമല്ല, അതേപോലെ തന്നെ ഇതൊരു ഫുഡ് പോയ്സൺ കാരണം ഉണ്ടായ മരണമല്ല. അതായത് ആ പെൺകുട്ടിയുടെ എക്സ്റ്റേണലായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു പെൺകുട്ടിയെ ആരോ ശക്തിയായി അടിച്ചിട്ടുണ്ട് വയറ്റിൽ. അങ്ങനെയുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെയാണ് ആ പെൺകുട്ടിയുടെ മരണ കാരണം. ആ ഒരു അടിക്ക് ശേഷം ആ ഒരു അടി കിട്ടിയതുകൊണ്ട് ആ ഒരു പെൺകുട്ടി ഛർദ്ദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇത് ഫുഡ് പോയ്സൺ കാരണമുള്ളൊരു മരണമല്ല. അല്ലാന്നുണ്ടെങ്കിൽ അൾസറോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് വേഴ്സ്റ്റായിട്ട് വന്ന അത്തരത്തിൽ സംഭവിച്ച ഒരു സ്വാഭാവിക മരണമല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു അദ്ദേഹം തൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീണിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതുകൂടെ കേട്ടപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടരുത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. പിന്നെ അദ്ദേഹം നോക്കുന്ന സമയത്ത് ആളുടെ വൈഫ് ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ അടുത്ത് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ് ഒതുക്കി തീർത്തതെന്നുള്ളത് പ്രവീണ് മനസ്സിലായി. അപ്പം ഇനി ഹയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോകാൻ തന്നെ ആൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ SP ഓഫീസിലോട്ട് ചെന്നു. അവിടെ
കുറച്ചൊന്നുമല്ല, ഏകദേശം 3 മാസത്തോളം എസ് പിയുടെ പിന്നാലെ നടന്നു ആൾ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങേറ്റ് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ എസ് പിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകളുടെ മരണം അതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു മേർഡർ ആണെന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളിതിന് കറക്റ്റായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കോടതിയിൽ പോകും. സുപ്രീം കോടതിയല്ല, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ മരണത്തിന് നീതി കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതേപോലെ തന്നെ ഞാൻ മീഡിയയുടെ അടുത്ത് ഇതേപോലെ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എസ് പിക്ക് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് ഗവൺമെൻറ് തന്നെ വേറൊരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡോക്ടർ വെരിഫൈ ചെയ്തപ്പോഴാണ് ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങേറ്റ് എസ് പിക്ക് ഒരു ധാരണ വരുന്നത്. യെസ്, ആ ഒരു കേസ് ഫേക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ആ പെൺകുട്ടിയുടെ മരണകാരണം ഇതേപോലെ തന്നെ അടി കിട്ടിയതാണ്, അതായത് അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ സ്റ്റേഷനിലത്തെ ഇൻസ്പെക്ടറെയും സബ് ഇൻസ്പെക്ടറൊക്കെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പുതിയ വേറെ ഇൻസ്പെക്ടറെയും സബ് ഇൻസ്പെക്ടറൊക്കെ നിയോഗിക്കുകയായിരുന്നു. അതിനുശേഷം അവരുടെ അടുത്ത് ഈ ഒരു കേസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയുള്ള കേസ്, ഈ കേസ് അന്വേഷിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. ആദ്യം തന്നെ ഇവർ പ്രിയങ്കയുടെ അടുത്തോട്ടാണ് പോയത്. എന്നാൽ ആ ഒരു സമയത്ത് പ്രിയങ്ക അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം എടുക്കാനായിട്ടാണ് മുങ്ങിയതെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം അവരൊരു അഡ്വക്കേറ്റാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട്, എന്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവുന്നൊക്കെയുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ എസ് പിയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു പ്രിയങ്ക ആരുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ അവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മോഹൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ താമസിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു. അതിനുശേഷം ആളെ ലൊക്കേറ്റ് ചെയ്തു. നേരെ ആളെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ ആൾ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മുങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാർ വരുന്നതിന് മുൻപ് എസ്കേപ്പ് ആവാനായിട്ട് ആളെ കൊണ്ട് സാധിച്ചില്ല. ആളെ കൈയോടുകൂടി പോലീസുകാർ പിടികൂടുകയായിരുന്നു. അതിനുശേഷം ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ട് പ്രിയങ്കയുടെ മെസ്സേജ് വന്നത് ആ ഒരു ഫോണിലുണ്ടായിരുന്നു. ആ മെസ്സേജിലുണ്ടായിരുന്ന എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി എസ്കേപ്പായി, നീയും എസ്കേപ്പ് ആയിക്കോ, പോലീസിൻ്റെ അടുത്ത് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ ജീവിതം തന്നെ പോഞ്ഞാട്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയിക്കോളാനായിരുന്നു ആ ഒരു മെസ്സേജിലുണ്ടായിരുന്നത്. ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൊലപാതകമാണ്, അമ്മയാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അമ്മയെ കാണാതായ ടൈമിൽ തന്നെ ഇവർക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, ആരാണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാമെന്നുള്ളത് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മോഹനം പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തുകഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മോഹനും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്തൊന്നും ആയിരുന്നില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു. യെസ്, ഈ ഒരു മോഹനും അതേപോലെ തന്നെ പ്രിയങ്കയും കോളേജ് മേറ്റ്സ് ആയിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നതും പിന്നീട് സുഹൃത്തുക്കളാവുന്നതും അതിനുശേഷം പ്രണയിക്കുന്നതും. അവരുടെ പ്രണയം ആ ഒരു സമയത്ത് കോളേജിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് അങ്ങനെയുള്ളൊരു കപ്പിളായിരുന്നു അവർ. അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ കോളേജിലും അതേപോലെ തന്നെ പഴയ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് അറിയാം. അവർ അങ്ങനെ പ്രേമിച്ചിടന്നിരുന്ന ആളുകളായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാമെന്നും എന്നിട്ട് ഇത്തിരി പൈസ ഒക്കെ സമ്പാദിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു കോളേജ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോളേജ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അങ്ങ് വർക്ക് ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സീരിയസ് ആയി, സംശയമായി, നീ ആളുടെ അടുത്താണ് സംസാരിക്കുന്നത്, നീ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി. അങ്ങനെ ഇവർക്കിടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നു ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. അതിനുശേഷം മോഹനാണെന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിച്ചു, ആൾക്ക് 2 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിയങ്കയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറഞ്ഞ വേറൊരു പയ്യനെ കല്യാണം കഴിച്ചു, ആൾക്ക് 2 പെൺകുട്ടികളുണ്ടായി. അതിനുശേഷം അവരുടെ ലൈഫ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ടൊക്കെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ ഇടയിലാണ് മോഹൻ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രൊഫൈൽ കാണുന്നത്. അത് വേറെ ആരുടേതും ആയിരുന്നില്ല, തൻ്റെ പഴയ കാമുകിയുടേതായിരുന്നു. അങ്ങനെ ആൾ റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നെയും കണക്റ്റ് ആവാണ്. ആദ്യം വളരെ കാഷ്വലായിട്ട് ഇവർ സംസാരിച്ചു. അതിനുശേഷം ഇവർ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മീറ്റ് ചെയ്തു. അതിനുശേഷം ഇവരുടെ ഉള്ളിലുള്ള പഴയ പ്രണയവും കാര്യങ്ങളൊക്കെ പിന്നെയും ഇവർ പൊടി തട്ടിയെടുക്കുകയാണ്. അങ്ങനെ എന്തിനാണ് നമ്മളന്ന് കല്യാണം കഴിക്കേണ്ടതെന്ന് വിചാരിച്ചത്? ഇപ്പോൾ ഓൾറെഡി ഉള്ള ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി
അന്ന് നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായതിനെ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാം, നമ്മൾ അന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനില്ലേ, അങ്ങനെയുള്ളൊരു തോട്ട് ഇവർക്കിടയിൽ വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടെ സ്വന്തം പാർട്ട്നേഴ്സിനെ വിട്ടിട്ട് തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു. പിന്നെ ഈ ഒരു മോഹന ഒരു സമയത്ത് അത്യാവശ്യം വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്നു, നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആള്. പ്രിയങ്ക എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വക്കേറ്റ് ആയിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിരുന്നു, അത്യാവശ്യം കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആരെയും പേടിക്കാനില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവുകയാണ്. അപ്പോൾ 2025 സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു ഇവർ രണ്ടാമത് കണക്റ്റ് ആവുന്നത്. ഏകദേശം ഒരു പകുതിയായ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെയും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടെത്തി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സിനെ ഡിവോഴ്സ് ചെയ്യണമല്ലോ, അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതായി ഇവരുടെ അടുത്ത ചിന്ത. അതായത് ഈ പാർട്ട്നേഴ്സിന് സംശയം തോന്നരുത് വേറൊരാളുണ്ടായിട്ടാണ് ഇവരിങ്ങനെയുള്ള പരിപാടി ഒപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പർപ്പസ്ഫുള്ളി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് പെട്ടെന്ന് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പർപ്പസ്ഫുള്ളി ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു പ്രവീണിൻ്റെ അടുത്ത് ഒരു കാര്യമില്ലാതെ പ്രിയങ്ക വെറുതെ വന്നിട്ട് എനിക്ക് ഒരു ജീവിതം തീരെ ഇഷ്ടമല്ല, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി, കുട്ടികളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ്. ഈ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ മോഹനും ആളുടെ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആളുടെ വീട്ടിലും കുറേ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്, പ്രിയങ്കയുടെ വീട്ടിലും കുറേ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. ഒരു ദിവസം ഈ ഒരു പ്രിയങ്കയുടെ ഹസ്ബൻഡ് ട്രിഗറായിട്ട് പ്രിയങ്കയെ അടിക്കായിരുന്നു. പ്രിയങ്കയെ പ്രവീൺ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയങ്കയുടെ മൂഡ് മാറി. നീ എന്നെ അടിക്കുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ നേരെ പോയിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു പ്രവീൺ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, സോറി, നീ ഇങ്ങനെയൊക്കെ പിള്ളേരുടെ അടുത്ത് കാണിക്കുന്നതും എൻ്റെ അടുത്ത് കാണിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ആകെ ട്രിഗർ തെറ്റിങ്ങേറ്റ് ഞാൻ ചെയ്തു പോയൊരു കാര്യമാണ്, എൻ്റെ അടുത്ത് ഒരു തവണ ക്ഷമിക്ക്. ഇപ്പം തന്നെ ഇങ്ങനെ നമുക്ക് 2 കുട്ടികളില്ലേ, ഡിവോഴ്സ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ, ഡിവോഴ്സ് നോട്ടീസ് ഒന്നും കൊടുക്കല്ലേ എന്നുള്ളൊരു കാര്യം ആൾ കാല് പിടിച്ച് പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ പ്രൊസീഡിങ് ടൈമിലൊക്കെ ആൾ ഇവരുടെ കാല് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആൾക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നല്ലോ ഒരു കാമുകന് വേണ്ടിയിട്ടാണ് ഇവർ ഡിവോഴ്സിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളത്. ആൾ ചിന്തിക്കുമ്പോൾ ആൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്, തനിക്ക് ആകപ്പാടെ ഭ്രാന്തായ ടൈമിൽ താനൊരു അടി അടിച്ചു, അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവൾ ഡിവോഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ നടക്കുന്നത് എന്നുള്ളത് ആൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ബാക്ക് സ്റ്റോറി ആൾക്ക് അറിയില്ലല്ലോ. ഇതിനിടയിൽ ഒരു ടീം ഓഫ് പോലീസുകാർ പ്രിയങ്കയെ വലവിരിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ GPS ലാസ്റ്റ് നോൺ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രിയങ്കയെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഹസൻ ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പോലീസ് ഇൻഫോർമൻസിൻ്റെയും മറ്റു സഹായത്തോടു കൂടിയിട്ട് അവരെ പിൻ പോയിന്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അവരാണെന്നുണ്ടെങ്കിൽ ഒളിവിൽ പോയിട്ട് കറക്റ്റായിട്ട് എന്താ പറയുക ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് നൈസായിട്ട് പുറത്തു വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്ലാൻ മുഴുവൻ കൊളാവുകയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാമുകനെ പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടായിരുന്നു. ആൾ മുങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസുകാർക്ക് ആളെ പിടികൂടാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസിന് അയാളിൽ നിന്നും ലഭിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വേറൊരു വഴിയേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു മോഹനെ പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് കസ്റ്റഡിയിലോട്ട് ഈ ഒരു പ്രിയങ്കയെ കൊണ്ടുവന്നപ്പോൾ മോഹനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രവീണയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രവീൺ പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. അതായത് തൻ്റെ വൈഫിന് തൻ്റെ 2ാമത്തെ മകളെ തീരെ ഇഷ്ടമായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു അത്. അതായത് ഈ വെണ്ണിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡാർക്ക് സ്കിൻഡാണ്, മൂത്ത മകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫെയർ സ്കിൻഡാണ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് സ്കിൻഡ് ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ മോള് തന്നെയാണോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് പല സമയങ്ങളിലും. അതേപോലെ തന്നെ ബന്ധുക്കളൊക്കെ എന്തുകൊണ്ടാണ് ഈ കുട്ടി കറുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് മാനസികമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രവീൺ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഏത് കളറാണെന്നുണ്ടെങ്കിലും നമ്മളെ കുട്ടികളല്ലേ, ഇവരൊക്കെ ഈ ഒരു കളറിൻ്റെ ബേസിൽ തരംതിരിച്ച് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളൊരു രീതിയിലായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് വരെ ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വെണ്ണിലയെ പ്രിയങ്കയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ വെണ്ണിലക്ക് അങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിച്ചായിരുന്നു. അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിവോഴ്സിൻ്റെ ടൈമിൽ അച്ഛൻ്റെ കൂടെ പോവാതെ ആ ചെറിയ പെൺകുട്ടി അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു പ്രിയങ്കയാണെന്നുണ്ടെങ്കിൽ മോഹൻ്റെ കൂടെ സമാധാനപരമായിട്ടൊരു ജീവിതം ജീവിക്കാമെന്ന് വിചാരിച്ചിങ്ങായിട്ട് ഇറങ്ങിയ സമയത്ത് ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നാലൊന്നും മാറുന്നില്ല. വെണ്ണിലിനെ കൊണ്ടുപോകാനായിട്ട് തീരെ താല്പര്യവും ഇല്ല, അതേപോലെ തന്നെ കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു രണ്ടാമത്തെ മകളെയും കൊണ്ട് മോഹൻ എന്ന് പറയുന്ന എൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു. പ്രവീണുമായിട്ട് സെപ്പറേറ്റ് ആയതിനു ശേഷം പ്രിയങ്ക മോഹൻ്റെ കൂടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് ചെയ്തിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. അവിടെ ചുറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞിരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു, വെണ്ണിൽ ഇവരുടെ മകളാണെന്നുള്ളൊരു തരത്തിലായിരുന്നു. വെണ്ണില നോക്കുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ വേറൊരു അങ്കിളിനെ കാണാനുണ്ട്. ഇതേത് വീടാണെന്നുള്ളത് ആ കൊച്ചിന് മനസ്സിലായിരുന്നിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഈ അങ്കിളും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ അച്ഛൻ എവിടെയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മോഹൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ കുറേ സംശയങ്ങൾ വരികയാണ്. അതായത് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് താനും ഹസ്ബൻഡും തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതായത് ഒരു കഴിഞ്ഞൊരു 3-4 മാസമായിട്ടാണ് ആൾ ഭയങ്കരമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിനുശേഷം ഡിവോഴ്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഹസ്ബൻഡിനൊരു കാമുകിയുണ്ടെന്നും ആ ഒരു കാമുകിയുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് അവർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ പ്രിയങ്കയും മോഹനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, കോളേജിൽ വെച്ച് ഇവർ പ്രണയത്തിലായിരുന്നുവെന്നും അതിനുശേഷം പിന്നീട് കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഇവർ എന്താ പറയുക പിന്നെയും അടുത്തതെന്നും അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ പഴയ കാമുകിയുടെ കൂടെ ഭർത്താവ് പോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഒരു മോഹനും പ്രിയങ്കയും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയായിരുന്നു. അന്ന് മോഹൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഈ ഒരു പ്രിയങ്കയായിരുന്നു വാതിൽ തുറന്നത്. അപ്പോൾ തന്നെ ഇവർ ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ പ്രിയങ്കയുടെ തലക്ക് പിടിച്ച്, അതായത് മുടിമുള്ളിൽ പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിങ്ങായിട്ട് ആകെ അടിക്കുകയായിരുന്നു. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഒച്ച ഉണ്ടാക്കായിരുന്നു. അപ്പോൾ നൈബേഴ്സും മറ്റൊക്കെ വന്ന സമയത്ത് നീ എൻ്റെ ഭർത്താവിനെയും അടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അത് ചുറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ അപ്പോൾ മനസ്സിലായി. അതായത് മോഹനും പ്രിയങ്കയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു പ്രിയങ്കയും അതേപോലെ തന്നെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മോഹനും വന്നാന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയുക അഭിമാനത്തിന് ക്ഷതമേൽക്കുകയാണ് ആ ഒരു സൊസൈറ്റിയിൽ. ഇതിനുശേഷം മോഹനും അതേപോലെ തന്നെ പ്രിയങ്കയും തമ്മിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മെയിനായിട്ട് മോഹൻ്റെ വൈഫ് കാരണവും അതേപോലെ തന്നെ ഈ ഒരു പ്രിയങ്കയുടെ കുട്ടിയായിട്ടുള്ള വെണ്ണില കാരണമൊക്കെ ആയിരുന്നു ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ 6 വയസ്സുള്ള പെൺകുട്ടി വന്നിങ്ങായിട്ട് അമ്മയുടെ അടുത്ത് നിന്നിങ്ങായിട്ട് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ ഒരു കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ അടുത്തൊക്കെ ചെന്ന് എങ്ങനെ കരയും, എങ്ങനെ വാശി പിടിക്കും, എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു രീതിയിൽ ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചായോ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ മോഹൻ ആകപ്പാടെ ദേഷ്യം വരാണ്. കാരണം ആളാണെന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കുട്ടി വരുന്നത്. ഓൾറെഡി ഒരു കുട്ടിയെ ആൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് മടക്കി ഒരു അറ്റത്തൊഴി വെച്ച് കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ വയറ്റത്തായിരുന്നു അടിച്ചത്. നേരെ ആ കുട്ടി ചെമരുമ്മ പോയി ഇങ്ങോട്ട് അടിച്ച് നിലത്ത് വീഴാണ്. അതുകൊണ്ട് ആൾ നിർത്തിയില്ല, വീണ്ടും ചെന്ന് വീണ്ടും ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ആൾ ചവിട്ടുമായിരുന്നു. അപ്പം അതിനുശേഷം ആ ഒരു പെൺകുട്ടി എന്താ പറയുക ആകെപ്പാടെ കൊളാപ്സ് ആവുകയാണ്. അതിനുശേഷം പിന്നീട് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി, ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു പ്രിയങ്ക അവിടെ നിന്ന് അനങ്ങിയില്ല, മോഹനും അവിടെ നിന്ന് അനങ്ങിയില്ല. ആ സമയത്ത് ആ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയില്ല. ആ ഒരു പെൺകുട്ടിയുടെ അനക്കം നിൽക്കാനായിട്ട് ഇവർ രണ്ടുപേരും കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയെ നേരെ എടുത്തുകഴിഞ്ഞിട്ട് ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോയി, എന്നിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ആ ഒരു റൂമും ഏരിയയൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം ബെഡിൽ കിടത്തി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് ആ ഒരു കുട്ടി മരിച്ചു എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു, അതായത് ഫുഡ് പോയ്സൺ അടിച്ച് മരിച്ചു എന്നുള്ളൊരു രീതിയിൽ ഡ്രാമ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക ശവസംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെൺകുട്ടീനെ കൊണ്ട് വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലോ, ഓൾറെഡി അവൾ പോയല്ലോ, പിന്നെ സീനില്ല എന്നുള്ളൊരു രീതിയിൽ ആയിരുന്നു ഇവർ അതിനുശേഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഒരു സ്ത്രീ തൻ്റെ മകളുടെ ജഡം കൊടുത്തിട്ടായിരുന്നു നേരെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയതും അതേപോലെ തന്നെ അവിടെ കിടന്ന് ഡ്രാമ കളിച്ചതും. പിന്നെ ഓൾറെഡി ഇവർ അഡ്വക്കേറ്റ് ആയിരുന്നു, പോലീസുകാരായിട്ട് പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരെ എന്താ പറയുക അവരുടെ ജൊൽപ്പടിക്ക് നിർത്താനും അവരുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തെങ്കിൽ അവർക്ക് എന്താ പറയുക അനുകൂലമായിട്ടുള്ള രീതിയിൽ FIR എഴുതിക്കാനും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ആദ്യഘട്ടത്തിൽ പോലീസുകാർ കേസ് ക്ലോസ് ചെയ്തത് തന്നെ ഫുഡ് പോയ്സണിങ് ആണെന്നുള്ളൊരു തരത്തിലാണല്ലോ. അതിനുശേഷം ഈ ഒരു വെണ്ണില എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനായിട്ടുള്ള പ്രവീണിൻ്റെ സംശയത്തിൻ്റെ പുറത്ത് മാത്രമായിരുന്നു ഈ ഒരു കേസ് പിന്നീട് റീഓപ്പൺ ചെയ്തതും അതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നതും. ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് ആൾ കയറി ഇറങ്ങാത്ത ഓഫീസുകളൊന്നുമില്ല. താനും മോഹനും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയങ്ക
നിന്നിരുന്ന സമയത്തായിരുന്നു ഇതൊക്കെ നടക്കുന്നത്. അതായത് ഈ ഒരു പ്രവീൺ SP ഓഫീസിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ ഇവരുടെ ഫേവറബിൾ ആയിട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു പെട്ടു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്പോട്ടിൽ ഇവർ മുങ്ങുന്നതും അതേപോലെ തന്നെ തൻ്റെ കാമുകൻ്റെ അടുത്ത് മുങ്ങിക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ പെടൂ എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കുന്നതും. എന്നാൽ അടുത്തിറങ്ങിയ ടീം ഓഫ് പോലീസുകാർ വളരെ കാര്യക്ഷമമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് കറക്റ്റായിട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കാനും അതേപോലെ തന്നെ ഇവർക്കെതിരെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനും സാധിച്ചു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ പ്രിയങ്കയും മോഹനും ഇപ്പോൾ ജയിലിലാണ്. കേസാണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.